ഷറഫുദ്ദീൻ. തീർച്ചയായും പ്രേമം എന്ന സിനിമ കണ്ടപ്പോഴാണ് ഇങ്ങനൊരാളെ ആദ്യമായി നോട്ട് ചെയ്യുന്നത്. എന്നാൽ പിൽക്കാലത്ത് എന്റെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നായ ഓം ശാന്തി ഓശാന രണ്ടാമതൊന്ന് കണ്ടപ്പോഴാണ് അതിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നതായി മനസ്സിലാവുന്നത്. ഇത് തന്നെ വീണ്ടും സംഭവിച്ചു നേരം എന്ന സിനിമ രണ്ടാമത് പിന്നീട് കണ്ടപ്പോൾ. അതിനകത്തും ഇദ്ദേഹം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇദ്ദേഹം ആലുവ ഗ്യാങ്ങിനൊപ്പം തുടക്കം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് പ്രേമത്തിലൂടെയാണെന്ന് മാത്രം. പ്രേമം കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം ഇറങ്ങിയ ഹാപ്പി വെഡിങ് എന്ന സിനിമയിലെ ഇദ്ദേഹത്തിന്റെ കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു. ഈ എഞ്ചിനീയറിംഗ് സപ്ലി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന യങ്സ്റ്റേഴ്സിലെ വലിയൊരു വിഭാഗം ക്രൗഡിനെ അദ്ദേഹത്തിന് ആ കഥാപാത്രത്തിലൂടെ കയ്യിലെടുക്കാൻ സാധിച്ചു. ശേഷം അതേ വർഷം പുറത്തിറങ്ങിയ പ്രേതം എന്ന സിനിമയിലെ അജു വർഗീസ്, GP എന്നിവരോടൊത്തുള്ള ഇദ്ദേഹത്തിന്റെ കോമ്പിനേഷനും നന്നായിരുന്നു. ആൻഡ് ആ സിനിമയിലായിരുന്നു ഞാൻ ആദ്യമായി ഇദ്ദേഹം കുറച്ച് ഇമോഷണൽ ഡയലോഗുകൾ പറഞ്ഞതായി കണ്ടത്. ആ രംഗം ഇദ്ദേഹം ഭംഗിയായി ചെയ്യുകയും ചെയ്തിരുന്നു. അടുത്തതായി തൊട്ടടുത്ത വർഷം ഫഹദ്, വിനായകൻ, വിനയ് ഫോർട്ട് എന്നിവരോടൊപ്പം റോൾ മോഡൽസ്. അദ്ദേഹം മുൻപ് ചെയ്തതിൽ നിന്നൊന്നും വ്യത്യസ്തമായി ഈ കഥാപാത്രത്തിലും ചെയ്യാനില്ലായിരുന്നെങ്കിലും ആളുടെ കോമഡി ടൈമിങ്ങും കൗണ്ടറും ഒക്കെ അപ്പോഴും എഫക്റ്റീവ് ആയിരുന്നു. ശേഷം 2018 ഗെയിം ചേഞ്ചിങ് വരത്തൻ. നിങ്ങൾക്കറിയാം ഒരു വമ്പൻ ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമയാണതെന്ന്. ബട്ട് ആ ക്ലൈമാക്സ് എത്തുന്നത് വരെയുള്ള സഞ്ചാരം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഇദ്ദേഹത്തിന്റെ ആ ഒരൊറ്റ കഥാപാത്രം തന്നെയാണ്. യെസ്, ഞാൻ ആ സിനിമ രണ്ടാമതൊരു തവണ കണ്ടിട്ടില്ല. കാണാൻ സാധിക്കാത്തത് ഇദ്ദേഹത്തിന്റെ ആ പെർഫോമൻസ് കൊണ്ട് തന്നെ. ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റേതായി ഞാൻ ശ്രദ്ധിക്കുന്നത് സ്ക്രീൻ സ്പേസ് വളരെ കുറവായിരുന്ന എന്നാൽ ഹൈലി ഇമ്പാക്ട് ഉണ്ടാക്കിയ 2020 അഞ്ചാം പാതിര എന്ന സിനിമയിലെ ഡോക്ടർ ബെഞ്ചമിൻ ലൂയിസ്. സംഗതി നൈസായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ തന്നെ വരത്തനിലെ പെർഫോമൻസ് കണ്ട നമുക്കിപ്പോൾ അറിയാം ആൾ ഇതൊക്കെ ചെയ്യുമെന്ന്. ഇതിനുശേഷം ഇദ്ദേഹം അഭിനയിച്ച പല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എന്റെ കൺമുൻപിൽ പെടുന്നത് റോഷാക്കിലെ ആ കഥാപാത്രമായിരുന്നു. കഥയിൽ തീർത്തും അൺറിലേറ്റഡ് ആണെന്ന് തോന്നിക്കുന്ന ഒരു കഥാപാത്രം. പക്ഷെ അങ്ങനെ ഒരാളും ആ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. ഒപ്പം സംഗതി എനിക്ക് പാളിയതാണെന്നൊരു ഐക്കണിക് ഡയലോഗും ആ സിനിമയിൽ അദ്ദേഹത്തിന്റേതായി വന്നു. ഇതിനുശേഷം ഞാൻ ഇദ്ദേഹത്തിന്റേതായി കാണുന്നത് 2025 പടക്കളം. അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിരുന്നതും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ സിനിമ ഇറങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിന്റെ മേക്കേഴ്സ് തന്നെ പുറത്തുവിട്ട ഒരു സ്നീക്ക് പീക്ക് കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കൊണ്ട് ഞാൻ പോയി കണ്ട പടമായിരുന്നു അത്. പക്ഷെ സംഗതി ഞെട്ടിച്ചു കളഞ്ഞു. കുറെ കാലത്തിനു ശേഷം തിയേറ്ററിലിരുന്ന് പ്രോപ്പറായി ചിരിച്ചൊരു സിനിമ. ബേസിലിനെ ആയിരുന്നു ആ കഥാപാത്രത്തിന് വേണ്ടി ആദ്യം തിരഞ്ഞെടുത്തതെന്ന് കേട്ടിട്ടുണ്ട്. ബട്ട് വിധിക്കറിയാമല്ലോ എങ്ങനെ വിധിക്കണമെന്ന്. ബേസിലിനേക്കാൾ കുറച്ചുകൂടി മാൻലിനെസ് ഉള്ള ഒരാളായിരുന്നു ആ കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം തന്നെയാണ് അവിടേക്ക് എത്തേണ്ടിയിരുന്നതും.